നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഗ്യാസ് ആണ്. ഗ്യാസ് സിലിണ്ടർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും സ്റ്റോക്ക് തീർന്നു പോകുമെന്നും ഒക്കെയുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിൽ സിലിണ്ടർ ബുക്കിംഗ് 13 ലക്ഷത്തിൽ നിന്ന് 88 ലക്ഷത്തിലേക്ക് വരെ കുതിച്ചുയർന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ നാളെ വരുമോ? അതോ നമ്മളും പരിഭ്രമിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യണോ? ഈ വിഷയത്തിലെ സത്യാവസ്ഥയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ നിയമങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോൾ നടക്കുന്നത് ഒരുതരം പാനിക് ബുക്കിംഗ് ആണ്. അതായത് ഗ്യാസ് കിട്ടില്ല എന്ന് പേടിച്ച് എല്ലാവരും ഒരേ സമയം ബുക്ക് ചെയ്യുന്നു. ഗൾഫ് മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം ഇന്ത്യയിലേക്കുള്ള പാചകവാതക വരവിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെന്നത് സത്യമാണ്. ഇന്ത്യയുടെ 60% LPG ഇറക്കുമതിയും ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. അവിടെ തർക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് സിലിണ്ടർ കിട്ടാൻ വൈകുമോ എന്നൊരു പേടി ജനങ്ങൾക്കിടയിലുണ്ട്. ഇതാണ് ബുക്കിംഗ് കുത്തനെ കൂടാൻ കാരണം. എന്നാൽ സർക്കാർ പറയുന്നത് മറ്റൊന്നാണ്. സാധാരണ വീടുകൾക്ക് നൽകുന്ന ഡൊമസ്റ്റിക് സിലിണ്ടറുകൾക്ക് നിലവിൽ ക്ഷാമമില്ല. മുൻഗണന എപ്പോഴും വീടുകൾക്ക് തന്നെയായിരിക്കും. പക്ഷെ ഈ പരിഭ്രാന്തി മുതലെടുത്ത് ചില സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കാനും ഖനിജതയിൽ വിൽക്കാനും സാധ്യതയുണ്ട്. ഇത് തടയാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കർശനമായ ചില നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഗ്യാസ് ബുക്കിംഗിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇനിയൊരു സിലിണ്ടർ വാങ്ങി അടുത്തത് ബുക്ക് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 25 ദിവസം കഴിഞ്ഞിരിക്കണം. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഗ്യാസ് ഉണ്ടെങ്കിൽ പേടിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ആ ബുക്കിംഗ് സിസ്റ്റം സ്വീകരിക്കില്ല. പൂഴ്ത്തിവെപ്പ് ഒഴിവാക്കാനാണ് ഈ 25 ദിവസത്തെ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് അഥവാ DAC സംവിധാനം കൂടുതൽ കർക്കശമാക്കി. നിങ്ങളുടെ ഫോണിൽ വരുന്ന OTP നൽകിയാൽ മാത്രമേ സിലിണ്ടർ കൈപ്പറ്റാൻ കഴിയൂ. ഇതിലൂടെ സിലിണ്ടറുകൾ വഴിമാറി പോകുന്നത് തടയാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം, വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള അതായത് റെസ്റ്റോറന്റുകളിലും മറ്റും ഉപയോഗിക്കുന്ന 19 കിലോ സിലിണ്ടറുകളുടെ വിതരണത്തിലാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ വിതരണത്തിൽ 20% വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുറത്തെ ഭക്ഷണശാലകളിൽ വില കൂടുന്നതോ മെനു കുറയ്ക്കുന്നതോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ വീടുകളിലെ 14 കിലോ സിലിണ്ടറുകളുടെ വിതരണം സാധാരണ നിലയിൽ തുടരാനാണ് എണ്ണ കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ഇതാണ്: പരിഭ്രമിച്ച് സിലിണ്ടറുകൾ വാരിക്കൂട്ടി വെക്കാൻ ശ്രമിക്കരുത്. അത് വിപണിയിൽ അനാവശ്യ ഡിമാൻഡ് ഉണ്ടാക്കുകയും ശരിക്കും ആവശ്യമുള്ളവർക്ക് ഗ്യാസ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. ഇൻഡക്ഷൻ കുക്കറുകൾ പോലുള്ള ബദൽ മാർഗങ്ങൾ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. പക്ഷേ ഗ്യാസ് തീർന്നു പോകുമെന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ടതില്ല. സംസ്ഥാന സർക്കാരുകളോട് കരിഞ്ചന്തക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്യാസ് ഏജൻസികളിൽ നേരിട്ട് പോയി തിരക്ക് കൂട്ടുന്നതിന് പകരം വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റ് ആപ്പുകൾ വഴിയോ ഡിജിറ്റൽ ബുക്കിംഗ് ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിലെ അടുക്കള സുരക്ഷിതമാണ്. സർക്കാർ സംവിധാനങ്ങൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനോ നിക്ഷേപം നടത്തുന്നതിന് മുമ്പോ കൃത്യമായി പഠിക്കുകയോ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. നന്ദി.